ജീവിതത്തിൽ ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്ന ഒന്നാണ്. മരണപ്പെടുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഏറ്റവും നല്ല മരണം കൈവരിക്കണമെന്ന് ഓരോ വിശ്വാസിയും അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഒരിക്കലും നരകീയമായ ഒരു മരണം, പ്രയാസകരമായ ഒരു മരണം, അള്ളാഹു ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു മരണം എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ വിശ്വാസികളും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തന്റെ അനുജന്മാരോടായി പ്രവാചകൻ പറഞ്ഞത്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, മൻ അഹബ്ബല്ലാഹു ലിഖാഅഹു മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആരാണോ ഇഷ്ടപ്പെടുന്നത് അവനെ കണ്ടുമുട്ടുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. വമൻ കരിഹ ലിഖാ അല്ലാഹ്, എന്നാൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ആർക്കാണോ വെറുപ്പ്, കരിഹല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടുന്നത് അല്ലാഹുവിന് വെറുപ്പാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അഹുവൽ മൗത്ത്, നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടപ്പെടുന്നവനെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്നും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടമില്ലാത്തവനെ അല്ലാഹുവിന് വെറുപ്പാണ് എന്ന് പറഞ്ഞതും മരണത്തെക്കുറിച്ചല്ലേ പ്രവാചകരെ? അങ്ങനെയെങ്കിൽ ഫകുല്ലുനാ യക്റഹുൽ മൗത, ഞങ്ങൾക്കാർക്കും മരിക്കാൻ ഇഷ്ടമില്ല. ആയിഷ ബീവി പ്രവാചകരോട് പറയുകയാണ്, മരണത്തെക്കുറിച്ചാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ ഞങ്ങൾക്കാർക്കും മരിക്കാൻ ഇഷ്ടമില്ല, ഞങ്ങൾ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആയിഷ ബീവി സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വീണ്ടും അതിനൊരു വിശദീകരണം നൽകുകയാണ്. ലാ യാ ആയിഷ, അങ്ങനെയല്ല. വലാകിന്നൽ മുഅ്മിന ഇദാ ഹദറ അജലഹു, ഒരു മുഅ്മിനായ മനുഷ്യന് അദ്ദേഹത്തിന്റെ അവധി വന്നെത്തുന്ന സമയം, അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന ആ സമയം, മലക്കുകൾ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, വരിദ്വാനിഹി, അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ചും ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കും. മരണാസന്നനായി കിടക്കുന്ന ഒരു വിശ്വാസിയുടെ അടുത്ത് ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാലാകമാർ അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ചും അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചും ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ നല്ല മനുഷ്യന്മാർ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ റെഡിയാകും. അള്ളാഹുവിനെ കണ്ടുമുട്ടുക, മരിക്കുക എന്നത് പിന്നെ അവർക്കൊരു പ്രശ്നമുണ്ടാകില്ല. കാരണം അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ച്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച്, സ്വർഗീയമായ സന്തോഷത്തെ കുറിച്ചൊക്കെയാണ് മലക്കുകൾ അവരോട് പറയുന്നത്. എന്നാൽ വൽ കാഫിറു മത്താ ഹദറ അജലഹു, നിഷേധിയായ ഒരു മനുഷ്യന് അയാളുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുക അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചും അള്ളാഹുവിന്റെ കോപത്തെ കുറിച്ചുമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചും അള്ളാഹുവിന്റെ കോപത്തെ കുറിച്ചും മലക്കുകൾ ആ മനുഷ്യന് സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നത് ആ മനുഷ്യന് വെറുപ്പായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യനെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിന് വെറുപ്പാണ്. അപ്പൊ നല്ല മരണത്തെ കണ്ടെത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി വിശ്വാസിയായി കൊണ്ട് ജീവിക്കുക എന്നതാണ്, നല്ല മനുഷ്യനായി ജീവിക്കുക എന്നതാണ്. അതല്ലാതെ ഒരു കുറുക്കു വഴിയും അതിലില്ല.
നാം നന്നാകുക, വീണ്ടും നന്നാകുക, നല്ല മനുഷ്യനായി ജീവിക്കുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക എങ്കിൽ നമ്മുടെ അവധി മരണാസന്നമായ ആ സമയം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകൾ പിന്നെ അള്ളാഹുവിന്റെ സംതൃപ്തിയെ കുറിച്ചും അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചുമായിരിക്കും നമ്മുടെ ചുവട്ടിലും നമ്മുടെ കുടുംബക്കാരും കൂട്ടക്കാരും എല്ലാം ഉണ്ടാകും. അവരൊക്കെ വലിയ വെപ്രാളത്തിലും വലിയ പ്രയാസത്തിലുമായിരിക്കും. എന്നാൽ മരണാസന്നനായ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മലക്കുകളുടെ സംതൃപ്തിയെ കുറിച്ചും അള്ളാഹുവിന്റെ ഇഷ്ടത്തെ കുറിച്ചും ഒക്കെ നിരന്തരമായി ആ മനുഷ്യന് ബോധ്യമുണ്ടാകുന്ന സമയമായിരിക്കും. അങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടമായിരിക്കും. അയാളെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനെ ഇഷ്ടമായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. വിശ്വാസികൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. 5 കാര്യങ്ങളാണ് ഇതിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ആ 5ലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും അടങ്ങിയിട്ടുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവേ, നീ എന്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണം റബ്ബേ. എന്റെ മതപരമായ ജീവിതത്തെ എനിക്ക് നീ നന്നാക്കി തരണം റബ്ബേ. അല്ലദീ ഹുവ ഇസ്മത്തു അംരി, കാരണം അതാണല്ലോ എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണം റബ്ബേ. രണ്ടാമതായി പറയുന്നത് അല്ലാഹുവേ, എന്റെ ദുനിയാവിനെയും എന്റെ ഐഹിക ജീവിതത്തെയും നീ എനിക്ക് നന്നാക്കി തരണം റബ്ബേ. അതിലെ മഈശത്ത്, അതിലെ ഉപജീവന മാർഗം അല്ലാഹുവേ എനിക്ക് നീ നന്നാക്കി തരണം റബ്ബേ. അല്ലാഹുവേ, എനിക്ക് മടങ്ങിപ്പോകാനുള്ള എന്റെ പരലോകത്തെ എനിക്ക് നീ നന്നാക്കി തരണം റബ്ബേ. വജഅലിൽ ഹയാത സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈരിൻ. പടച്ചവനെ, എനിക്ക് എന്റെ ഈ ദുനിയാവിൽ, എന്റെ ഈ ഐഹിക ജീവിതത്തിൽ എല്ലാ നന്മകളെയും നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണം റബ്ബേ. വജഅലിൽ മൗത റാഹത്തൻ മിൻ കുല്ലി സിദ്ദിൻ. അല്ലാഹുവേ, ഞാൻ മരിക്കുന്ന സമയത്ത്, ഞാൻ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും, എല്ലാ പൈശാചികതകളിൽ നിന്നും, എല്ലാ ശർറുകളിൽ നിന്നും എന്നെ ഒഴിവാക്കി ഒരു റാഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ മരണം അല്ലാഹുവേ എനിക്ക് നീ നൽകണം റബ്ബേ എന്നതാണ്. അപ്പോൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന തരത്തിൽ കണ്ടുമുട്ടാൻ നാം ആഗ്രഹിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും വളരെ പ്രധാനപ്പെട്ട ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നിഖമതിക വ ജമീഇ സഖതിക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിർ